ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അവള് കുറെ നാള് വച്ചോളം തന്നല്ലേ? അതിനെ അവൾ ഇവിടുന്ന് നല്ലോണം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഞാൻ ആ കണക്കിലങ്ങ് പെടുത്തിക്കോളാം. കഷ്ടം. ഇത്രയ്ക്കൊന്നും അതപ്പതിക്കാൻ പാടില്ല ഭാമേ. നീ ഒരു സ്ത്രീയല്ലേ? കുഞ്ഞേച്ചി, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. വിഷ്ണുവേട്ടൻ എന്റെ ഏട്ടനല്ല, എന്റെ കാണപ്പെട്ട ദൈവം. എന്നിട്ടും എന്നെ വിഷ്ണുവേട്ടനെ ചേർത്ത്. വേണ്ട, കൂടുതലൊന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി. ക്ഷമ, അത് വിട്. നിനക്ക് നിന്നെ അറിയില്ലേ? ക്ഷേത്രകുളത്തിലേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് ഞാൻ കണ്ടത്. ഈശ്വരൻ എന്നെ ആ വഴിക്ക് പറഞ്ഞു വിട്ടതാ. ഈശ്വര, ആരാ ഈ പാതിരാത്രിയിൽ കുളത്തിലേക്ക് ഇറങ്ങുന്നത്? ആ, ശ്യാമയല്ലേ ഇത്? ആണല്ലോ. ശ്യാമേ, എന്താ ഇവിടെ? മോളെ എവിടെ ഇറങ്ങി പോവാ? മോളെ ശ്യാമേ, നിക്ക്. എന്താ ഈ കാണിക്കുന്നേ? ശ്യാമേ, ഇങ്ങോട്ട് കയറി വന്നേ. മോളെ ശ്യാമ, എന്താ ഈ കാണിക്കുന്നേ? വേണ്ട, എന്നെ രക്ഷിക്കണ്ട. എനിക്ക് മരിക്കണം. എനിക്ക് ആരുമില്ല. മോളെ, നീ കരയില്ലേ? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കാം. വാ, നമുക്ക് വീട്ടിലോട്ട് പോവാം. മോളെ വേണ്ട, കേറി വാ. ഇല്ല ശാന്തേച്ചി, എനിക്ക് മരിക്കണം. ശാന്തേച്ചി, എനിക്ക് ആരുമില്ല. ഈശ്വര, ഞാൻ ആ വഴി ചെന്നില്ലായിരുന്നെങ്കിൽ ശ്യാമ മോള്. എടി, നീ എന്തൊക്കെയാ മോളെ കാണിക്കുന്നേ? 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിലേ നിങ്ങൾ ആരും ഈ ഭൂമി കാണില്ലായിരുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും. അത് നീന്തി കേറുന്നിടത്താ ജീവിതത്തെ നമ്മൾ തോൽപ്പിച്ചെന്ന് പറയുന്നത്. ഭീരുക്കള മോളെ ആത്മഹത്യക്ക് ഒരുങ്ങുന്നത്. ദൈവം തന്ന ആയുസ് എടുക്കാൻ നമുക്ക് അവകാശമില്ല. അത് ഭഗവാന് തന്നെ കൊടുക്കേണ്ടതാ. സമയമാവുമ്പോ അത് നമ്മൾ പോലും അറിയാതെ വന്നെടുത്തോണ്ട് പോവുകയും ചെയ്യും. അതുവരെ അത് ഭദ്രമായി കാത്തു സൂക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്. ഇനി എന്റെ മോൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മക്ക് വാക്കുതാ. അമ്മ, മോളെ, എടി എന്താ ഇത്? എനിക്ക് ആരുമില്ല അമ്മ. ഭർത്താവില്ല, മക്കളുമില്ല. ഞാൻ ഒറ്റപ്പെട്ടു പോയമ്മ. എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അമ്മ. മോള് ക്ഷമേ, എന്തൊക്കെയാടി നീ പറയുന്നത്? ഇതിനാണോ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതൊക്കെ? ഇതൊക്കെ നീ ചിന്തിച്ചുണ്ടാക്കിയെടുക്കുന്നതാ. നഷ്ടപ്പെട്ടതൊക്കെ നീയായിട്ട് തിരിച്ചു പിടിക്കുക വേണ്ടത്, അല്ലാതെ ഇതുപോലെ മണ്ടത്തരം കാണിക്കുകയല്ല വേണ്ടത്. നോക്ക്, രോഹിത്തിന്റെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം ഉണ്ടാക്കും. പിന്നെ പപ്പിമോൾ ഇപ്പോഴും നിന്റെ മോള് തന്നെയാ. ഈ സാഹസത്തിനൊരുങ്ങിയപ്പോ നീ എന്താ അത് ഓർക്കാത്തെ? ഞാൻ നിനക്ക് അവളെ അറിഞ്ഞു തന്നതാ. അതുപോലെ നോക്കൂന്ന് കരുതിട്ട്. എന്നിട്ട് നീ ഇപ്പൊ എന്താ കാണിച്ചേ? തന്നിഷ്ടത്തിന് പോയി ചാകാൻ പോയി. ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് മരിക്കാൻ നിന്ന് ഭൂമിയിൽ അതിനെ നേരം കാണൂ. അത് നല്ലപോലെ മനസ്സിലാക്കിയ ഒരാളാ ഞാൻ.
നമ്മുടെ അമ്മയെ കണ്ടല്ലേ പഠിച്ചത്. എന്തൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നാലും ഈ മുഖത്തൊരു വാട്ട ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല. കാരണം ആ പ്രശ്നത്തെ മറികടക്കണമെന്ന് അമ്മ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ മാർഗമില്ല. ആ നിശ്ചയദാർഢ്യം അതൊന്നും മനസ്സിൽ ഓർത്താ മതി. ഏത് പ്രശ്നവും വളരെ ഈസി ആയിട്ട് നമുക്ക് തരണം ചെയ്യാൻ പറ്റും. ഇതൊരു ജീവിത കളരിയ. ഇതിൽ നമ്മൾ ജയിച്ച പിന്നെ ഒരു ശക്തിക്കും നമ്മളെ ജീവിതത്തിൽ തോൽപ്പിക്കാനാവില്ല. ഇത് ഞാൻ പഠിച്ചത് നമ്മുടെ ഈ അമ്മയിൽ നിന്ന് തന്നെയാ. ദേ, ഇനി ഒരിക്കലും ഒരിക്കലും എന്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകരുത്. ഉണ്ടായാൽ നിങ്ങൾക്ക് മുന്നേ പോകുന്നത് ഈ അമ്മയായിരിക്കും. അമ്മ മനസ്സ് തകർന്നൊരു മരണം, അങ്ങനെ ഒരു മരണം എന്റെ മക്കള് എനിക്ക് നേടിത്തരുമോ? അമ്മ ഇല്ലല്ലോ. ഒരുപാട് കഷ്ടപ്പെട്ട മക്കളെ നിങ്ങൾ ഇവിടം വരെ എത്തിച്ചത്. അത് ഇതുപോലെ വീടുമരണത്തിൽ എത്തിക്കാനല്ല, ജീവിക്കാനായിട്ടാണ് വളർത്തിയത്. അമ്മയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള ചിന്തകളിൽ പെടരുത്. ഇതെന്റെ ഒരു അപേക്ഷയാ, മനസ്സ് തകർന്നുള്ള അപേക്ഷ. ഇതെന്റെ മക്കൾ കേൾക്കണം. ഇവിടെ പോയിരിക്കുക. പോകുമ്പോ ഒരു വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടെ? രാഘവേട്ട, രാഘവേട്ടൻ ഇങ്ങനെ ഇവിടെ കിടന്ന് ആദ്യം പിടിച്ച് വല്ല അസുഖം വരുത്തി വെച്ചേക്കരുത്. പോയവരൊക്കെ പോയി എന്നങ്ങ് വിചാരിക്കേ. നിന്റെ മനസ്സെന്താ ഭാമേ? കല്ലുണ്ടാന്ന് ഉണ്ടാക്കിയേക്കുന്നേ? ഒന്നുമില്ലേലും അവള് കുറെ നാള് വച്ചോളം തന്നല്ലേ. അതിനെ അവൾ ഇവിടുന്ന് നല്ലോണം ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. ഞാൻ ആ കണക്കിലങ്ങ് പെടുത്തിക്കോളാം. കഷ്ടം. ഇത്രയ്ക്കൊന്നും അതപ്പതിക്കാൻ പാടില്ല ഭാമേ. നീ ഒരു സ്ത്രീയല്ലേ?